ഹായ്, ഞാൻ മിർഷാദ് കാളികാവ്. എസാപ്പിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതികളെക്കുറിച്ചാണ്. ഓക്കെ അല്ലേ? രാഷ്ട്രപതിക്ക് പ്രധാനമായും 3 വസതികളാണുള്ളത്. ഒന്ന് രാഷ്ട്രപതി ഭവൻ, ഒന്നാമത്തെ രാഷ്ട്രപതി ഭവൻ, രണ്ടാമത്തത് രാഷ്ട്രപതി നിലയം, മൂന്നാമത്തത് രാഷ്ട്രപതി നിവാസ്. രാഷ്ട്രപതിക്ക് പ്രധാനമായും 3 വസതികളാണുള്ളത്. രാഷ്ട്രപതി ഭവൻ, രാഷ്ട്രപതി നിലയം, രാഷ്ട്രപതി നിവാസ്. ഓക്കെ അല്ലേ? രാഷ്ട്രപതി ഭവനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. രാഷ്ട്രപതി ഭവൻ ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിലെ റൈസീന കുന്നുകളിലാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. രാഷ്ട്രപതി ഭവന്റെ പഴയ പേര് വൈസ്രോയി പാലസ് എന്നാണ്. രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യത്തെ വ്യക്തി ഇർവിൻ പ്രഭുവും. എന്നാൽ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദ്യത്തിന് ഉത്തരം ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ആരാണ്? സി രാജഗോപാലാചാരി. ഒരിക്കൽ കൂടെ പറയാം. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് റൈസീന കുന്നുകളിലാണ്, ന്യൂഡൽഹിയിലാണ്. രാഷ്ട്രപതി ഭവന്റെ പഴയ പേര് വൈസ്രോയി പാലസ് എന്നാണ്. രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യത്തെ വ്യക്തി ഇർവിൻ പ്രഭുവാണ്. രാഷ്ട്രപതി ഭവനിൽ താമസിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഓക്കെ. രാഷ്ട്രപതി നിവാസ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു. രാഷ്ട്രപതി നിവാസ്. രാഷ്ട്രപതി നിവാസ് ഷിംല അല്ലെ, അങ്ങനെ തന്നെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. എന്താണ്? രാഷ്ട്രപതി നിവാസ് ഷിംലയിലാണ്, ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ്. രാഷ്ട്രപതി നിവാസിന്റെ പഴയ പേരാണെന്ത്? വൈസ്രീഗൽ ലോഡ്ജ്. രാഷ്ട്രപതി നിവാസിന്റെ പഴയ പേരെന്താണ്? വൈസ്രീഗൽ ലോഡ്ജ് എന്നാണ് രാഷ്ട്രപതി നിവാസിന്റെ പഴയ പേര്. വേനൽക്കാല വസതി. രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണെന്ത്? നമ്മുടെ രാഷ്ട്രപതി നിവാസ്. ഓക്കെ അല്ലേ? 1935 ഷിംല കോൺഫറൻസ് നടന്നത് ഇവിടെയാണ്. 1945 ഷിംല കോൺഫറൻസ് നടന്നത് എവിടെയാണ്? രാഷ്ട്രപതി നിവാസിലാണ്. രാഷ്ട്രപതി നിവാസിന്റെ പേരെന്തായിരുന്നു? പഴയ പേരെന്തായിരുന്നു? വൈസ്രീഗൽ ലോഡ്ജ് എന്നാണ്. ഓക്കെ അല്ലേ? നിലവിൽ രാഷ്ട്രപതി നിവാസ് ഉപയോഗിക്കുന്ന ആരാണ്? ദ്രൗപദി മുർമു എന്ന് പറയരുത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി നിവാസിന്റെ ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ ബഹുഭൂരിഭാഗവും ഉപയോഗിക്കുന്ന ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ആണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ രാഷ്ട്രപതി നിവാസിന്റെ ബഹുഭൂരിഭാഗവും ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നു. മൂന്നാമത്തത് രാഷ്ട്രപതി നിലയമാണ്. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയാണ് ഇത് രാഷ്ട്രപതി നിലയം. അതിന്റെ പഴയ പേരാണെന്ത്? റെസിഡൻസി ഹൗസ് എന്നും അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? റെസിഡൻസി ഹൗസ് എന്നും അറിയപ്പെടുന്ന ആരാണ്? രാഷ്ട്രപതി നിലയമാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യയിലെ വസതിയും കൂടിയാണെന്ത്? രാഷ്ട്രപതി നിലയം. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ശൈത്യകാല വിശ്രമ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഏതാണ്? രാഷ്ട്രപതി നിലയമാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ രാഷ്ട്രപതി നിവാസ് അറിയപ്പെടുന്ന മറ്റൊരു സംഭവമാണ് എന്ത്? രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതിയാണെങ്കിൽ, രാഷ്ട്രപതി നിലയമാണെങ്കിൽ അതെന്താണ്? രാഷ്ട്രപതിയുടെ ശൈത്യകാല വിശ്രമ കേന്ദ്രമാണ്. ഓക്കെ അല്ലേ? റെഡി. രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട 3 വസതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. രാഷ്ട്രപതി ഭവൻ അത് ന്യൂഡൽഹിയിലാണ്. രാഷ്ട്രപതി നിലയം ഹൈദരാബാദ്. രാഷ്ട്രപതി നിവാസ് ഷിംലയിലാണ്. രാഷ്ട്രപതി ഭവന്റെ പഴയ പേര് വൈസ്രോയി പാലസ് എന്നും, രാഷ്ട്രപതി നിലയത്തിന്റെ പഴയ പേര് റെസിഡൻസി ഹൗസ് എന്നും, രാഷ്ട്രപതി നിവാസിന്റെ പഴയ പേരെന്താണ്? വൈസ്രീഗൽ ലോഡ്ജ് എന്നുമാണ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തൊരു ക്ലാസ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി.